ഹലോ, നമസ്കാരം. യൂസഫ് മുമ്പാട്. ആ പ്രശ്നബാധിതമായിട്ടുള്ള ഭൂമി ഉണ്ടല്ലോ, ആ ഭൂമിയിൽ നിന്ന്, അതായത് പാടത്തു നിന്ന് ഇന്നാണ് കൊയ്ത്ത് നടക്കുന്നത്. ഇതാ കണ്ടില്ലേ, അപ്പോൾ ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് എന്നിട്ടും വെള്ളം പോയിട്ടില്ല, ഒഴിയാൻ വേണ്ടി കണ്ടില്ലേ, കൈക്കോട്ട് കൊണ്ട് പണിയെടുക്കുകയാണ്. ഇവരെ കൊയ്ത്ത് കഴിയുന്നവരൊക്കെ ഞങ്ങൾക്ക് കാത്തു നിന്നാൽ എങ്ങനെ ഞങ്ങൾക്ക് വെള്ളം കിട്ടും? അപ്പോൾ എന്താ വെച്ചാൽ ആ ഭാഗത്ത് പൊളിഞ്ഞ ഭാഗത്ത് ഇതേമാതിരി തന്നെ പൊളിച്ച ഭാഗത്ത് സൈഡ് കെട്ടിക്കാണ്ട്, അതായത് അത് പൊളിച്ചതാണ്. അതിൽ അവിടെ സൈഡ് കെട്ടുക, തോട്ടുന്നില്ല വെള്ളം പാടത്ത് കയറാതിരിക്കാനുള്ള പരിപാടികൾ എന്താ നോക്കുക. അതുതന്നെ സംഭവം. ഇന്ന് വെള്ളിയാഴ്ച 28-ാം തീയതി ഫെബ്രുവരി. കണ്ടോ മെഷീൻ കണ്ടില്ലേ? ഇതാണ് ഒരു ആളവിടെ കൈക്കോട്ടുകൊണ്ട് കളക്കണമുണ്ട്. ഇങ്ങനെ ഇവർക്കും വേണ്ടി കാത്തു നിന്നാൽ നമുക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടൂല. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇതിന് ആൾക്കാർ അനുകൂലം സിങ്കടിയും പാടി നടക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. കണ്ടോ, വണ്ടി വലിച്ചിട്ടും കൂടി മരിക്കണില്ല. കണ്ടോ എന്താ സ്ഥിതി? ഇതാണ് അവസ്ഥ. അതിനിപ്പോൾ ഞങ്ങളെന്ത് വെച്ച് ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളം വേണ്ടേ? കുടിവെള്ളമാണ് കാര്യമായിട്ട് വേണ്ടത്. അത് എന്താ വെച്ചാൽ അതിനനുസരിച്ച് നീക്കിയിട്ട് വേണ്ട മതി ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇതിനൊന്നും പഞ്ചായത്തും കൃഷിഭവനും അനുകൂലമായിട്ട് നിൽക്കാനും ഇതാകാനും പാടില്ല. മനസ്സിലായില്ലേ? ഇത്രയും നീചമായിട്ടുള്ള പ്രവൃത്തി ചെയ്താൽ ഇത് സാമൂഹ്യ ദ്രോഹം കൂടിയാണ്. ആയിരക്കണക്കിന് മനുഷ്യർ കുടിക്കുന്ന കുടിവെള്ളം തടയാണ് ചെയ്യണത്. ഒരു 10-50 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ 1 ഏക്കർ കണക്കിനുണ്ടാവും. എന്നാൽ ഒരു വ്യക്തിക്കും വേണ്ടിങ്ങാണ്ട് പഞ്ചായത്തും കൃഷിഭവനും ഇങ്ങനെ ചെയ്യുന്ന പണി ഒരിക്കലും അത് അനുകൂലിക്കാൻ കഴിയില്ല. കൃഷിക്കാരെ രൂപത്തിൽ പണിയെടുക്കുക, കൃഷി ചെയ്യുക. ആ ഭാഗത്തു നിന്നൊക്കെ കണ്ടില്ലേ, കൊയ്ത് കറ്റൊക്കെ കെട്ടി കൊണ്ടുപോയി. പിന്നെ ഇനി എന്താ ഇവിടെ ഒന്നുമില്ല. അതിൻ്റെ അപ്പുറത്തും കൃഷികളുണ്ട്, അതും നടന്നിട്ടില്ല.